പത്തനംതിട്ട നഗരം വേറിട്ട ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിന് സാക്ഷിയായി. കാലപ്പഴക്കം കൊണ്ട് അപകട ഭീഷണി നേരിടുന്ന പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി എത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സമയം രാവിലെ 11 മണി. ഹെൽമറ്റുധാരികളായ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കയ്യിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുമുണ്ട്. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പോലീസ് സംഘവും കൂടെയുണ്ട്. എന്നാൽ മുദ്രാവാക്യമില്ല. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തഹസിൽദാർക്കും സംഘത്തിനും സുരക്ഷ ഒരുക്കാൻ അകത്തേക്ക് കടത്തിവിടണമെന്നായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കാര്യം മനസ്സിലാക്കിയ തഹസിൽദാർ സമരക്കാർക്ക് അടുത്തേക്കെത്തി. മിനി സിവിൽ സ്റ്റേഷന്റെ ദുരവസ്ഥ തുറന്നു കാണിക്കാനും ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കാനുമാണ് എത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. 1992 പൂർത്തിയായി പ്രവർത്തനം തുടങ്ങിയ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം കാലപ്പഴക്കം കൃത്യമായി പരിപാലനമില്ലാതെ ശേഖരിച്ച് ജീർണാവസ്ഥയിലാണ്. ഇപ്പോൾ നിരന്തരം ലഭിച്ച കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നതും ഈ കെട്ടിടത്തിലെ ജോലി ചെയ്യുന്ന ജീവനക്കാരും പലവിധ ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങളും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളും മാധ്യമ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഗവൺമെന്റോ സ്ഥലം MLA-യും മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജോ ഈ വിഷയത്തിൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരാതി സ്വീകരിച്ച തഹസീൽദാർ പ്രവർത്തകർ നീട്ടിയ ഹെൽമറ്റും മരുന്നും വാങ്ങാതെ മടങ്ങി ഓഫീസിലേക്ക് പോയി. കാരണം താങ്കളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. താങ്കളുടെ സുരക്ഷ. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ പലത് കഴിഞ്ഞ മിനി സിവിൽ സ്റ്റേഷന്റെ സിമന്റ് പാളികൾ പലപ്പോഴും അടർന്നു വീഴുന്ന പതിവുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ ബിൽഡിംഗ് നിലപ്പൊത്തിയാൽ നിങ്ങൾ അല്ലാത്തില്ലെന്ന് പറയും. ആ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.